മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി മറയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. ജീവനക്കാരുടെ അഭാവം സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം. മറയൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തസ്തികകളിൽ ഉണ്ടാകേണ്ടുന്ന ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യം ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വിലങ്ങുതടിയാകുന്നുവെന്നും പരാതി ഉയരുന്നു. 13 വാർഡുകളുള്ള പഞ്ചായത്തിൽ ആദിവാസികൾ ഉൾപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് ഏറെയുമുള്ളത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായും വാഹനക്കൂലി നൽകിയുമൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുമ്പോൾ ജീവനക്കാരുടെ കുറവ് മൂലം കാര്യം നടക്കാതെ തിരികെ പോകേണ്ടി വരുന്ന സാഹചര്യം വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട്. കഴിഞ്ഞ 9 മാസക്കാലമായി പഞ്ചായത്തിലെ സെക്രട്ടറിയോ അനുബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നാളുകളായി നിയമിക്കാതെ പഞ്ചായത്തിന്റെ ഭരണ സംവിധാനം തന്നെ സ്തംഭിച്ച അവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നത്. നിലവിലെ പഞ്ചായത്തിൽ ഒരു UD ക്ലർക്കും ഒരു ഓഫീസ് അസിസ്റ്റന്റും മാത്രമാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലങ്ങളായി ഈ കഴിഞ്ഞ 8 മാസക്കാലമായി ഓഫീസുകളിലും നമ്മുടെ മന്ത്രിയുടെ ഓഫീസിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നാളിതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ആദിവാസി മേഖലയിലെ 16 കിലോമീറ്ററിൽ കൂടുതൽ ആളുകൾ നടന്നു വന്നാൽ പോലും അവർക്ക് അടിയന്തരമായി സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. ജീവനക്കാരുടെ കുറവ് മൂലം സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ടാകുമെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.